ഈ വോട്ടിംഗ് പ്രോസസ്സ് അതെങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് ലോകം മൊത്തം നോക്കുന്നത്. ഇവർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഡോർ അടയാണ്, പിന്നീട് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അവർക്ക് സോഷ്യൽ മീഡിയ കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ ഈ വോട്ടിംഗ് രീതി അതെങ്ങനെയായിരിക്കും ഒരു മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള വോട്ടിംഗ് രീതി, അതൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ചുരുക്കമായിട്ട് പറയാം. ഒന്നാമത് ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. അതിന് പ്രീ സ്ക്രൂട്ടിനി, സ്ക്രൂട്ടിനി, പോസ്റ്റ് സ്ക്രൂട്ടിനി എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. പ്രീ സ്ക്രൂട്ടിനി എന്ന് പറയുന്നിടത്ത് ഈ ആദ്യ ഘട്ടത്തില് ഈ ധ്യാനപ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ധ്യാനം പ്രസംഗിച്ച ആളെല്ലാം പുറത്തു പോകണം. പിന്നെ മാർപ്പാപ്പയുടെ ഈ മാസ്റ്റർ ഓഫ് പൊന്റിഫിക്കൽ ലിറ്റർജിക്കൽ സെറമണീസ് എന്ന് പറഞ്ഞൊരു ആർച്ച് ബിഷപ്പ് ഉണ്ട്. അദ്ദേഹം, അതുപോലെ ഈ കോളേജ് ഓഫ് കാർഡിനൽസിന്റെ സെക്രട്ടറി ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ട്, അതുപോലെ ചില മാസ്റ്റേഴ്സ് ഓഫ് സെറമണീസ്, ഇവര് ഈ ബാലറ്റ് വിതരണം ചെയ്ത് തുടങ്ങുന്നതാണ് ഈ പ്രീ സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ഘട്ടം. ഈ ബാലറ്റിന്റെ ഒരു പ്രത്യേകത പറയുന്നത്, നിയമത്തിൽ തന്നെ പറയുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, അത് റെക്ടാങ്കുലർ ആയിരിക്കണം. അതിന്റെ മുകളില് ഞാൻ ഇന്നയാളെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്നു എന്ന് ഓൾറെഡി ലത്തീനിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിയിലാണ് പേരെഴുതേണ്ടത്. ഒരാളുടെ പേര് എഴുതാവുള്ളൂ. ഒന്നിൽ കൂടുതൽ പേരെഴുതി കഴിഞ്ഞാൽ അത് അസാധുവാകും. അങ്ങനെയുള്ള വിഷയങ്ങൾ സാധാരണ വോട്ടിങ്ങിന്റെ പോലെ തന്നെയുണ്ട്. ഇത് 2-3 എണ്ണം വീതം, 3 എണ്ണമെങ്കിലും വീതം ഈ എല്ലാ കർദിനാൾമാർക്കും കൊടുത്തിട്ട് ഇവരും പുറത്തു പോകണം. ഈ പേരെഴുതുന്ന സമയത്ത് ഈ സിസ്റ്റൈൻ ചാപ്പലിൽ വോട്ട് ചെയ്യുന്ന കർദിനാൾമാരല്ലാതെ വേറെ ആരും, അവരെ അകത്ത് കയറ്റുന്നത് പുറത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ചാനലിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ ഡീക്കന്മാരാണ്. അതിനകത്ത് നമ്മുടെ ജോർജ് കൂവക്കാട്ട് പിതാവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവര് വാതില് തുറന്ന് ഇവരെ പുറത്താക്കും, വീടകത്ത് കയറേണ്ട സമയത്ത് ഇവരെ അകത്ത് കയറ്റും. അതല്ല അവർ ചെയ്യുന്നത്. ഇനി ഈ കാർഡിനൽ ഡീക്കന്മാർ, ഏറ്റവും പ്രായം കുറഞ്ഞവർ, അവര് 2 പേരാണെന്നാണ് എൻ്റെ അറിവ്. ഈ കർദിനാൾമാരിൽ നിന്ന് തന്നെ 9 പേരെ തിരഞ്ഞെടുക്കും. അത് നറുക്കിട്ടാണ്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം നറുക്കിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അതിൽ 3 പേര് സ്ക്രൂട്ടിനിയേഴ്സ് എന്ന് പറയുന്ന പരിശോധന ഉദ്യോഗസ്ഥന്മാരാണ്. 3 പേര് ഇൻഫർമാറി എന്ന് പറയുന്നത്, രോഗികളായിട്ട് ആരെങ്കിലും മുറിയിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ഈ വോട്ട് ശേഖരിക്കുന്ന ബാലറ്റ് പെട്ടി, പൂട്ടിയ ബാലറ്റ് പെട്ടിയുമായിട്ട് അവർ പോകണം. പോകുന്നതിന് മുമ്പ് ഈ പൊട്ടി തുറന്ന് കാണിച്ചു കൊടുക്കണം, പെട്ടി ശൂന്യമാണെന്ന്. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൂട്ടി അതിനകത്ത് ബാലറ്റ് ശേഖരിച്ച് അവർ തിരിച്ചു വരികയാണ്. അതുപോലെ പിന്നെ ഇത് പുനഃപരിശോധകരുണ്ട്. അപ്പൊ പുനഃപരിശോധകരും 3 പേരുണ്ട്. ഇങ്ങനെ 9 പേരെ തിരഞ്ഞെടുത്ത ശേഷം ഈ വോട്ടിംഗ് തുടങ്ങുന്നു. ഇവര് കർദിനാൾമാര് പേരെഴുതിയ ശേഷം അത് 2ആയിട്ട് മടക്കി അത് എണ്ണുന്നത് അൾത്താരയിലേക്ക് ഇത് കൊണ്ടുവന്ന് വെക്കണം. അതിനൊരു രീതിയുണ്ട്. കയ്യിൽ മടക്കിയ ബാലറ്റ് പേപ്പർ ഉയർത്തിപ്പിടിച്ച് അൾത്താരയുടെ മുമ്പിൽ വന്ന് ദൈവത്തിനു മുമ്പാകെ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ഞാൻ കരുതുന്ന ആൾക്ക് തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമാണ് ഈ വോട്ടെടുപ്പ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഉറക്കെ പറഞ്ഞിട്ട് ആണ് ഒരു പാത്രത്തിൽ, ഒരു പ്ലേറ്റ് കൊണ്ട് മൂടിയ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കും. അപ്പൊ അത് ഈ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് പ്ലേറ്റ് കൊണ്ട് തന്നെയാണ് ഈ പാത്രത്തിലേക്ക് അത് ഇടുന്നത്. അങ്ങനെ എല്ലാവരും അത് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. ഇതിന്റെ വോട്ട് എണ്ണുന്നതിന് മുമ്പായിട്ട് ഈ വോട്ടേഴ്സിന്റെ എണ്ണവും ബാലറ്റുകളുടെ എണ്ണവും തുല്യമാണ് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുകയാണ് ആദ്യത്തെപ്പടി. സ്ക്രൂട്ടിനിയേഴ്സിൽ ഒരാള് എല്ലാവരും കാണുക ഈ മടക്കിയിട്ടിരിക്കുന്ന ബാലറ്റ് പേപ്പറുകൾ അങ്ങനെ തന്നെ എടുത്ത് മറ്റൊരു ബാലറ്റ് പെട്ടിയിലേക്ക് അത് എണ്ണി ഇടുന്നു. ഇപ്പൊ 133 പേരിൽ 134 ഈ ബാലറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതെല്ലാം എടുത്ത് കത്തിച്ചു കളയണം. പിന്നെ അത് തുറന്നു നോക്കി എണ്ണിയിട്ട് കാര്യമില്ല. അതേസമയം 131 തന്നെയുള്ളൂ. ഇനി തുറന്ന് എണ്ണുമ്പോൾ ഒരു ആളിട്ട പേപ്പർ തന്നെ ഇതിൽ ബാലറ്റ് തന്നെ 2 എണ്ണമായിരുന്നു. അപ്പൊ 3 എണ്ണം വീതം കൊടുത്തതിൽ 2 പേപ്പറിൽ ഇവർ എഴുതി ഒരുമിച്ച് മടക്കി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് ഒരേ പേര് തന്നെയാണ് 2 പ്രാവശ്യം എഴുതിയതെങ്കിൽ അത് കുഴപ്പമില്ല, ഓട്ടായിട്ടേ കൂട്ടുകയുള്ളൂ. അതേസമയം അത് 2 പേരായിട്ട് 2 പേരുടെ പേര് എഴുതി ഒരുമിച്ച് മടക്കിയിട്ട് കഴിഞ്ഞാൽ മൊത്തം ബാലറ്റുകളുടെ എണ്ണം തുല്യമായിരിക്കുമല്ലോ. പക്ഷേ ഇയാളുടെ വോട്ട് അസാധുവാകും. അതേ ഉള്ളൂ, വേറെ ബാലറ്റിങ് നടത്തണ്ട, കത്തിച്ച് കളയണ്ട, തുടരാം. നിയമത്തിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അതിനുശേഷം എണ്ണി നോക്കുന്നതും ഈ നമ്മൾ സാധാരണ വോട്ടിങ്ങിൽ ചെയ്യുന്നത് പോലെ ആദ്യത്തെ ആള് പേപ്പർ എടുത്ത് പേര് ഉറക്കെ വായിക്കുന്നു, രണ്ടുപേര് അത് ഒരു പേപ്പറിൽ എഴുതുന്നു, പേരെഴുതുന്നു, ഈ വായിച്ച ആളും എഴുതും. അതുപോലെ ഈ കർദിനാൾമാർക്കെല്ലാം അത് ഓരോരുത്തരുടെ പേരുകൾ കിട്ടിയ വോട്ടുകൾ കുറിക്കാനായിട്ട് പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാകും, അവരത് കുറിക്കും. ഇത് എല്ലാം അവസാനം ശരിയാണ് എന്ന് പുനഃപരിശോധിക്കുന്നവരാണ് ഈ പുനഃപരിശോധകർ ഉണ്ടല്ലോ, അവരും അത് പരിശോധിക്കും. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ടോട്ടൽ എണ്ണം അത് പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ 3/2 മജോറിറ്റി ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ആരും തിരഞ്ഞെടുക്കപ്പെടുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം ഒരുമിച്ച് കൂട്ടി കത്തിച്ചു കളയണം. കറുത്ത പുക വരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട കെമിക്കൽസ് എല്ലാം ചേർത്ത് കത്തിച്ചു കളയും. ഇന്ന് ഒരു ബാലറ്റിങ്ങേ ഉള്ളൂ എങ്കിൽ അത് കഴിയുമ്പോൾ തന്നെ കത്തിക്കും. അതേസമയം ഉച്ചയ്ക്ക് മുമ്പ് 2 ബാലറ്റിംഗ് ഉണ്ടെങ്കിൽ 2 ബാലറ്റിങ്ങും കഴിഞ്ഞ ശേഷം കത്തിച്ചാൽ മതി. പക്ഷേ ഇത് ഈ എണ്ണിയ സാധനങ്ങൾ ഒരു നൂലിൽ കോർത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ഒരുമിച്ച് കൂട്ടിക്കെട്ടി വെക്കും. അതാണ് ഒരുമിച്ച് അവസാനം കത്തിക്കാൻ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം ഈ കർദിനാളന്മാര് പേപ്പറിൽ കുറിച്ച പേപ്പറുകളെല്ലാം ഈ കമർലങ്കോയുടെ നേതൃത്വത്തിൽ അത് തിരിച്ചു മേടിക്കണം, അതും കത്തിച്ചു കളയും. ഈ കമർലങ്കോ അതുപോലെ അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റ് 3 കർദിനാളന്മാർ കൂടി ചേർന്ന ഒരു പർട്ടിക്കുലർ കോൺഗ്രിഗേഷനാണ് ഈ കാലയളവിലെല്ലാം സഭയുടെ ഭരണം നടത്തുന്നത് എന്ന് പൊതുവെ അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അവരാണ് ഈ പറഞ്ഞ ഓരോ ഇലക്ഷന്റെ റിസൾട്ടുകൾ, അതിന് ഓരോരുത്തർക്ക് കിട്ടിയ വോട്ടുകൾ, ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നത്. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കും. മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് അത് കൈമാറുകയും ചെയ്യും. അത് എല്ലാം കൂടെ സഭയുടെ ഒരു ആർക്കൈവിൽ എവിടെയും സൂക്ഷിച്ചിട്ടുണ്ടാവും, ഇതിനു മുമ്പ് നടന്ന ഇലക്ഷന്റെ വിവരങ്ങളെല്ലാം. ഇതൊക്കെ ഈ മാർപ്പാപ്പയുടെ അനുഭവത്തോടുകൂടി അല്ലാതെ വേറെ ആർക്കും അപ്പോൾ നോക്കാനൊന്നും പറ്റില്ല. ഇവർക്കതൊന്നും പുറത്തു പറയാനും പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഒരു ബാലറ്റിംഗ് കഴിഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഉടനെ, ഇന്നല്ല നാളെയാണെങ്കിൽ, ഇന്നിപ്പോ ഒരു ബാലറ്റിംഗും ഉണ്ടാവുള്ളൂ, നാളെയാണെങ്കിൽ ഉടനെ അടുത്ത ബാലറ്റിംഗിലേക്ക് കിടക്കും. അപ്പൊ അവിടെയും തെരഞ്ഞെടുക്കപ്പെടുന്നില്ല എങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞ് ഈ നടപടിക്രമങ്ങളെല്ലാം ഇതുപോലെ തന്നെ ആരംഭിച്ച് ഇതുപോലെ തന്നെ പൂർത്തിയാക്കണം. സാധാരണ നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലല്ല, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കണ്ട ഒരു കാര്യം, 2ാമത്തെ ദിവസം മാർപ്പാപ്പയുടെ ഇലക്ഷൻ നടന്നിരുന്നു. ഈ ബെനഡിക്ട് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ഞാൻ ഇവിടെ റോമിൽ പഠിക്കുന്ന സമയമായിരുന്നു. അന്ന് ഞാനത് ഓർക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടത് പിറ്റേ ദിവസം തന്നെ, എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് മുമ്പ് 2ാമത്തെ ബാലറ്റിങ്ങിൽ, അതായത് ടോട്ടൽ വെക്കുമ്പോൾ 3ാമത്തെ ബാലറ്റിങ്ങിൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ 2ാമത്തെ ദിവസം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ തവണയും അധികം നീണ്ടുപോകാതെ ഈ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ നീണ്ടുപോയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് കൂടെ പറയാം. 3 ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ബാലറ്റിങ്ങുകൾ നടക്കുമ്പോൾ ടോട്ടലി 9 ബാലറ്റിംഗ് നടന്നിട്ടുണ്ടാകും. ഇന്ന് ഒരെണ്ണം, നാളെയും മറ്റന്നാളുമായിട്ട് 4-ലും 8 എണ്ണം ഉണ്ടാകും. അപ്പോൾ 9 ബാലറ്റിംഗ് കഴിഞ്ഞിട്ട് ആരെയും തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ഒരു ദിവസത്തെ ഇടവേള കൊടുക്കും. പിന്നെ അത് പ്രാർത്ഥനയിൽ ചെലവഴിക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. ഈ കർദിനാൾ ഡീക്കന്മാരിലെ ഏറ്റവും പ്രായം കൂടിയ ആള് ഒരു ഉപദേശമൊക്കെ കൊടുത്ത് അവർ വീണ്ടും ഇൻഫോർമൽ ചർച്ചകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് ഒരുങ്ങി അടുത്ത വോട്ടിങ്ങിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ 7 ബാലറ്റിങ്ങുകളൂടി കഴിഞ്ഞാലും ഇലക്ഷൻ നടന്നിട്ടില്ല എങ്കിൽ വീണ്ടും ഇതുപോലെ ഒരു ഇടവേള കൊടുക്കും, ഒരു ദിവസത്തെ. അപ്പോൾ കർദിനാൾ മെത്രാന്മാരുണ്ടല്ലോ, കർദിനാൾ പ്രീസ്റ്റ്, 3 ഗ്രേഡുള്ള കർദിനാൾമാരുണ്ട്. കർദിനാൾ ഡീക്കൻ, പ്രീസ്റ്റ്, ബിഷപ്പ്. കർദിനാൾ പ്രീസ്റ്റിൽ ഒരാൾ ഈ ധ്യാനപ്രസംഗം നടത്തണം. അതിനുശേഷം വീണ്ടും ഈ 7 വോട്ടിംഗ് നടത്തും. ഈ 7 ബാലറ്റിങ്ങിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നില്ലെങ്കിലും ഇതേപോലെ തന്നെ ഇത് ആവർത്തിക്കണം. അവിടെ ധ്യാനം പ്രസംഗിക്കുന്നത് ഒരു കർദിനാൾ ബിഷപ്പായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടും അപ്പോൾ പ്രാക്ടിക്കലി ഇപ്പോൾ 30 ബാലറ്റിംഗ് കഴിയും. ഈ 30 ബാലറ്റിംഗ് കഴിഞ്ഞിട്ടും ഒരാൾ 3/2 ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെടുന്നില്ല എങ്കിൽ ഇനി സംഭവിക്കുന്നത്, പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവസാനം നടന്ന വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 2 പേരുടെ പേര് മാത്രം എടുക്കും. ആ 2 പേർക്കും വോട്ട് ചെയ്യാൻ അവകാശമില്ല, തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അവർക്ക് ആക്റ്റീവ് വോയിസ് ഇല്ല, പാസീവ് വോയിസേ ഉള്ളൂ. അപ്പൊ അവര് വോട്ട് ചെയ്യില്ല. 131 പേരെ അന്നേരം വോട്ട് ചെയ്യുള്ളൂ. അപ്പൊ അത് അതിനുശേഷം അവർക്ക് ഈ 3/2 ഭൂരിപക്ഷം അതിൽ ഒരാൾക്ക് കിട്ടിയാലേ തിരഞ്ഞെടുക്കപ്പെടുള്ളൂ. കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെ കിട്ടുന്നത് വരെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. 3/2 ഭൂരിപക്ഷം ഇത്രയും നീണ്ടു പോകാതെ തന്നെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ വ്യക്തമായിട്ടാണ് അച്ഛൻ ഇലക്ട്രൽ പ്രോസസ് ഇങ്ങനെ പറഞ്ഞത്. അതിന്റെ ഫൈനൽ വരെ എത്തുന്ന
അതുകൊണ്ടാണ് ചിലർ പറയണത് 11-ാം തീയതി വരെയൊക്കെ ഇത് നീളും. ചിലർ പറയും ഇന്ന് രാത്രി തന്നെ നമുക്ക് തീരുമാനം അറിയാൻ പറ്റും. മജോറിറ്റി പറയുന്നത് നാളത്തെ കൊണ്ടെല്ലാം അറിയാൻ പറ്റുമെന്നാണ് മജോറിറ്റി പറയുന്നത്. നമ്മളൊരു അഭിപ്രായ വോട്ടെടുപ്പ് നമ്മുടെ യുഎസിൻ്റെ ഇടയിലൊക്കെ ചെയ്തപ്പോഴേ അങ്ങനെ പല ഉത്തരങ്ങളാണ് പറയുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞു തന്ന കൃത്യവും വ്യക്തമായ പ്രോസസ്സുള്ള പ്രക്രിയ ഉണ്ടല്ലോ, ആ പ്രക്രിയയുടെ ഒരു ബ്യൂട്ടിയും അതിൻ്റെ ട്രാൻസ്പെറൻസി, അതിൻ്റെ ഒരു സുതാര്യതയും ഒക്കെയാണ് ഞാനിങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്. ഇത്രയും എന്താ പറയുക, വ്യക്തവും ശക്തമായിരിക്കും. പ്രോസസ് ഈസ് കറക്റ്റ്. അതിനകത്ത് ലൂപ്ഹോൾ ഇല്ലാത്ത വിധത്തിലാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അച്ഛാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഓരോ ഘട്ടം നടക്കുമ്പോഴും കർദിനാൾമാർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമല്ലേ? അതായത് ഇന്ന കർദിനാളിനാണ് ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചത്, അല്ലെങ്കിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ച കർദിനാൾമാർ ഇത്ര പേര് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അറിയാം, അവരുടെ കയ്യിൽ ഇതിന്റെ എല്ലാം നോട്ട് കുറിക്കുന്നുണ്ടല്ലോ അവര്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇലക്ഷൻ നടക്കുന്ന സമയത്തോ ഇലക്ഷന് ശേഷമോ ഇവർക്ക് ആരോടും പറയാൻ അനുവാദമില്ല. മാത്രവുമല്ല, മക്രോൺ ശിക്ഷ, അതും സാധാരണ മക്രോൺ ശിക്ഷ കൊടുക്കണമെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്യണം നമ്മുടെ പൗരസ്ത്യത്തിലേക്ക്. പ്രത്യേകിച്ചും ലത്തീൻ സഭയിൽ അങ്ങനെ അല്ലാതെ തന്നെ മക്രോൺ ശിക്ഷ കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. അതേസമയം ഇത് പൗരസ്ത്യർക്കും ബാധകമായിട്ടുള്ള പ്രത്യേക പ്രൊസീജിയർ കൂടാതെയുള്ള ഒരു മക്രോൺ ശിക്ഷയിൽ ഇടും. അവരെല്ലാവരും സഭയിൽ നിന്ന് പുറത്താക്കപ്പെടും ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പിന്നീടാണെങ്കിലും പുറത്ത് പറയണമെങ്കിൽ അന്നത്തെ മാർപ്പാപ്പയുടെ അനുവാദം മേടിച്ചിട്ട് അതൊക്കെ സംസാരിക്കാൻ പോലും അനുവാദമുള്ളൂ. അതുകൊണ്ട് ഇവര് ഈ രഹസ്യാത്മകത സംബന്ധിച്ച് വളരെ കർശനമായിട്ട് ഉള്ള നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അത് ഇവർക്കറിയാം. ഇവർ അതുകൊണ്ടാണല്ലോ ഇതെല്ലാം ഓർത്തെടുത്ത് അവര് ഒപ്പുവെച്ച് ശേഷമാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്. 2 ബാലറ്റ് പേപ്പർ വരുന്ന കാര്യം അങ്ങനെയൊക്കെ കണ്ടു പറഞ്ഞില്ലേ? ഒരാളുടെ കയ്യിൽ 2 ബാലറ്റ് പേപ്പർ വരുമെന്നോ? അതെന്താ, അതൊന്നുകൂടി വിസ്തരിക്കാൻ പറ്റും? 3 അതിന്റെ കാര്യം ഞാൻ പറയാം. 3 ബാലറ്റ് പേപ്പറെങ്കിലും ഒരുമിച്ച് കൊടുക്കാം എന്ന നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ 3 ബാലറ്റ് പേപ്പർ കയ്യിൽ വരുന്നത് ഇപ്പോൾ ഒരെണ്ണം എഴുതി തെറ്റിപ്പോയാൽ അവർക്ക് പിന്നെ ഉടനെ വരെ ചോദിച്ചു വരണ്ടല്ലോ, അതായിരിക്കണം. പക്ഷെ അത് ഒരെണ്ണത്തിലേ അവർ എഴുതി ഇടാവുള്ളൂ. ഒന്നിൽ കൂടുതൽ 3 ബാലറ്റ് പേപ്പർ കൊടുത്താൽ ഒരു ബാലറ്റ് പേപ്പറെ അറ്റ് എ ടൈം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ 2 എണ്ണത്തിലും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അത് ഒരെണ്ണമായിട്ട് കണക്ക് കൂട്ടും. ഒരു വ്യക്തിയിൽ നിന്ന് 2. അത് ഓർക്കണം, ഞാനത് പറഞ്ഞത് ഓർക്കണം. അത് 2ആയിട്ടാണ് അവർ ഇട്ടതെങ്കിൽ ആ ബാലറ്റിംഗ് മൊത്തം അസാധുവാകും. പക്ഷെ അത് ആ വോട്ടിംഗ് അല്ല, ഈ ടോട്ടൽ ബാലറ്റിന്റെ എണ്ണം കൂടിപ്പോയാൽ ആ വോട്ടിംഗ് കംപ്ലീറ്റ് അസാധുവാകും. അതേസമയം ഇവര് 2ഉം കൂടി ഒരുമിച്ച് മടക്കിയിട്ടാൽ ടോട്ടൽ എണ്ണം മാറുന്നില്ല. നമ്പർ ഓഫ് വോട്ടും തമ്മിൽ ടാലിയാണ്. അതല്ല അച്ഛൻ പറഞ്ഞു. അത് ഇപ്പോഴും ടാലിയാണ്. ടാലി അല്ലെങ്കിൽ അവിടെ അത് അവസാനിപ്പിക്കും, അടുത്ത വോട്ടിങ്ങിലേക്ക് പോകും. അതേസമയം ഒരാൾ ഒരുമിച്ച് മടക്കിയിട്ടു എടുത്തപ്പോൾ 2 ഒരു പേര് തന്നെയാണ്. 2 എണ്ണം ഉണ്ട്. ഒരു പേരാണെങ്കിൽ കുഴപ്പമില്ല, ഒരു വോട്ടായിട്ട് കൂട്ടും. അത് 2 പേരാണെങ്കിൽ ആ വോട്ട് അസാധുവാകും. ഓക്കെ, ക്ലിയർ ആയി അച്ഛാ, ക്ലിയർ ആയി. ഓക്കെ അച്ഛാ, അപ്പോൾ ഈ ഒരു വോട്ടെടുപ്പ് ഇത്ര ദിവസം നീളുന്നു. എന്തായാലും ഈ ഒരു പ്രാവശ്യത്തെ വോട്ടെടുപ്പ് ഇത്ര ദിവസം നീളാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു അല്ലേ? ഒരു 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു അറിയാൻ സാധിക്കും എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. അച്ഛൻ എന്ത് പറയുന്നു? ചില കാരണങ്ങൾ പറയാറ് കർദിനാൾമാർക്ക് പണ്ട് കാലങ്ങളിൽ ഒരുപക്ഷെ ഇപ്പൊ ഈ 133 പേരെയും അല്ലെങ്കിൽ പരസ്പരം ഒരുപാട് കൂടുതൽ അടുത്തറിയില്ലായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ടിവിയും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഒക്കെ ഉള്ളപ്പോൾ പല കർദിനാൾമാരുമായിട്ട് നല്ല അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്നുണ്ട് അവര്. കർദിനാൾമാരെല്ലാവരും സഹോദരന്മാരാണ്. അപ്പൊ അത്രമാത്രത്തിലൊരു ബന്ധം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ അറിയാൻ സാധിക്കുന്നുണ്ട് അവരോരോരുത്തരുടെ ക്യാരക്ടർ അങ്ങനെ. അപ്പൊ അത്തരത്തിലായതുകൊണ്ട് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെടാം. അതെ, അതായത് കർദിനാൾമാരിൽ നിന്നാണ് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ ഇത് നീളാൻ സാധ്യതയില്ല. കർദിനാൾമാരിൽ നിന്നും അല്ലാത്ത ഒരാൾ വരേണ്ട ഒരു സാഹചര്യം വന്നാൽ നമുക്കറിയില്ല. പിന്നെ കർദിനാൾമാരെല്ലാവർക്കും അറിയാം. ഇനി അങ്ങനെ അല്ലാത്ത ഒരാളുടെ പേര് വരണമെങ്കിൽ നിലവിലുള്ള ആർക്കും സ്വീകാര്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകണം. ഈ പറയുന്നത് പോലെ അറിവ് ഗുണമാകാം, അറിവ് ദോഷവുമാകാം, അല്ലേ? പോസിബിലിറ്റി അച്ഛൻ കാണുന്നുണ്ടോ? ഇല്ല, കാരണം ഒത്തിരി എത്രയോ പേര് ഇവരൊക്കെ മാർപ്പാപ്പയായിരുന്നെങ്കിൽ നമ്മൾ പോലും വിചാരിച്ചു പോകുന്ന പലരും, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, കണ്ടുമുട്ടാറുണ്ട്. നമ്മളൊക്കെ കാണുന്നത് ദൂരെ നിന്നാണ്. പക്ഷെ അടുത്തു നിന്ന് കാണുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ, വളരെ വിശുദ്ധരായ ഒത്തിരി കർദിനാളന്മാരും ഒക്കെയുള്ള മെത്രാന്മാരൊക്കെ ഉള്ള സഭയാണ് കത്തോലിക്ക സഭ എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ നീണ്ടുപോകാൻ ഒരു സാധ്യത കാണുന്നില്ല. ഈ കർദിനാൾമാരിൽ നിന്ന് തന്നെ ആയിരിക്കും ഒരാൾ മാർപ്പാപ്പ ആകാൻ സാധ്യത എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.